കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് നേതാവ് സജി മഞ്ഞക്കടമ്പിൽ NDA വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. സജിക്കൊപ്പം 40 പാർട്ടി അംഗങ്ങളും TMCയിൽ ചേർന്നു. തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും NDAയിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ലെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സജി TMCയിലേക്ക് വരുന്നത് കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനെന്ന് PV അൻവർ പറഞ്ഞു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റായ സജിയുമായി അവരുടെ നേതാക്കന്മാരുമായും തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് സജി മഞ്ഞക്കടവിന്റെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ്. AITC-യുമായി ബഹുമാനപ്പെട്ട മമതാ ബാനർജിയുമായി ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഞാൻ ആവശ്യപ്പെട്ട വിഷയം അന്ന് തന്നെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതായിരുന്നു. BJP എന്ന് പറയുന്ന NDA എന്ന മുന്നണി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഉൾപ്പെടുത്തിയെങ്കിലും പൂർണ്ണമായി ഞാൻ പറഞ്ഞു ഉൾപ്പെടുത്തി നമുക്ക് ഇതുവരെ NDA യോഗത്തിൽ ഉൾപ്പെടുത്തിയ ഒരു കത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെ അതിന്റെ മിനിറ്റ്സ് ലഭിച്ചിട്ടില്ല. ഒരു ഫോണിൽ കൂടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്ന് അറിയിച്ചു ചോദിച്ചാൽ പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് കാര്യം. മറ്റ് അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, എന്തായാലും PV അൻവറിനൊപ്പം എത്തിയാണ് സജി മഞ്ഞക്കടമ്പിൽ NDA വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ തന്റെ രാഷ്ട്രീയ യാത്ര തുടരുകയാണ്. പാർട്ടികൾ വിട്ട് പാർട്ടികളിലേക്കുള്ള യാത്ര തുടരുകയാണെന്ന് തന്നെ വേണം പറയാൻ. ഇന്നലെയാണ് ഈ PV അൻവറിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. CPM-ന്റെ തലമുതിർന്ന നേതാവ്, കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാവ് തന്റെ ക്ഷണം സ്വീകരിച്ച് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാൻ വരുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സസ്പെൻസ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. സജി മഞ്ഞക്കടമ്പിലാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവറിന്റെ കൈപിടിച്ചു വരുന്ന നേതാവ് എന്നത്. പിന്നീട് ഈ സജി മഞ്ഞക്കടമ്പിലിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചേർന്നൊരു യോഗം ചേരുകയും 40 അംഗ സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാമെന്നുള്ള തീരുമാനം ഐക്യകണ്ഠേന എടുക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് വാർത്താ സമ്മേളനത്തിൽ PV അൻവറിനൊപ്പം സജി മഞ്ഞക്കടമ്പിൽ എത്തുന്നത്. NDAയ്ക്കൊപ്പമായിരുന്നു ഈ സജി മഞ്ഞക്കടമ്പിലിന്റെ പാർട്ടി ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്നത്. NDAയിൽ നിന്നുണ്ടായ അവഗണന അത് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുണ്ടായ കാരണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, വനം വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഒരു അടിസ്ഥാന പരിഹാരം കാണാൻ വേണ്ടിയാണ് സജി മഞ്ഞക്കടമ്പിൽ തന്റെ പാർട്ടി വിശദാംശങ്ങൾ നൽകിയത്.